ഒന്ന് റോഡ് ഡ്യൂട്ടി വന്നേ ഉള്ളൂ. നല്ല അസൽ പടം. നല്ല അസൽ പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിനിമകൾ, എനിക്കിഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് മാത്രമേ ഞാൻ ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്കല്ല സംസാരിക്കാറുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് ഒരുപക്ഷെ മഴ ആയതുകൊണ്ടായിരിക്കും, അധികം ആളുകളെ കണ്ടില്ലായിരുന്നു തിയേറ്ററിൽ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കൂടിയായിരിക്കാം. പക്ഷേ സാധാരണ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ നല്ല ആളുണ്ടാവേണ്ടതാണ്. ഇതിലൊരു പക്ഷേ താരമൂല്യം നോക്കിയിട്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, ആളുകൾ കുറവാണ്. പക്ഷേ എനിക്ക് തോന്നി ഇത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ കാണേണ്ട സിനിമയാണ്. വരുന്ന ദിവസങ്ങളിൽ ഒത്തിരി ആളുകൾ ഇത് ടേക്ക് ഓവർ ചെയ്യും. എല്ലാവരും എന്താ പറയുക, നെഞ്ചോട് ചേർക്കുന്നു തോന്നുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും അറിയാം, ഷാഹി കപൂർ എഴുതിയത് ഒന്നും ഇതുവരെ മോശമായിട്ടില്ല. ജോസഫ് ആണെങ്കിലും നായാട്ടാണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും അത് റീസെൻ്റ്ലി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ നല്ല സിനിമ എന്നുള്ള രീതിയിൽ ഒരു റിവ്യൂ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് അത്രയും ഇംപ്രസീവായിട്ട്, അത്രയും എൻഗേജിങ് ആയിട്ട്, അത്രയും ഇമ്മേഴ്സീവായിട്ട് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന തിരക്കഥ എഴുതുന്ന, അദ്ദേഹം സ്വന്തമായി സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ ഇരവിഴ പുഞ്ചിറ, അത് നിധീഷും ഷാജി മാറാടുമാണ് അതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. തിരക്കഥ അവരുടെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംവിധാനം എല്ലാം ആദ്യ ദിവസങ്ങളിൽ ഒരുപക്ഷെ ആളുകൾ എത്തിയിട്ടുണ്ടാകുക. കാരണം ഒരുപക്ഷെ കാസ്റ്റിംഗ് ആയിരിക്കാം അതിൻ്റെ ഒരു ആളുകൾക്ക് താരമൂല്യം നോക്കിക്കൊണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീകാന്തുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ കോണ്ടൻറ്റിന് അത്രയും മലയാള സിനിമയുടെ കോണ്ടൻറ്റിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. കോണ്ടൻറ്റിനെ അത്രയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു കാലമാണ് അത്. ഒരുപക്ഷെ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പ്രൊഡക്ഷനിലേക്ക് ആളുകൾ വരാനുള്ളൊരു കാര്യവും മലയാളത്തിലെ കോണ്ടൻറ്റിൻ്റെ ഒരു വാല്യൂ കൊണ്ടായിരിക്കും. ഇപ്പോൾ പറഞ്ഞു വന്നത് ഷാഹി കപൂറിൻ്റെ സ്ക്രിപ്റ്റുകളെ കുറിച്ച്. അപ്പോൾ ആദ്യമായി അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന, തിരക്കഥയും സംവിധാനവും കൂടി അദ്ദേഹം ചെയ്യുന്നൊരു സിനിമയാണ് റോന്ത് എന്ന പാട്രോളിങ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻസിഡൻസ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഇൻസിഡൻസിൻ്റെ മെയിൻ സ്റ്റോറിയുടെ പാരലായിട്ട് പോകുന്ന കുറേ ഇൻസിഡൻസാണ്. അതിലെല്ലാം മാനുഷിക പരിഗണനകളാണ്. അത് ഒരുപക്ഷെ നന്മ എന്നുള്ള ലേബലിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ രീതിയിലല്ല പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ പിടിച്ചിരുത്തുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. ഒരുപക്ഷെ സച്ചിയൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള ഈഗോ, രണ്ട് മെയിൻ കഥാപാത്രങ്ങളുടെ ഈഗോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ സിനിമകളിലുണ്ടായത്. ഇതിൽ ഈഗോ ആ തരത്തിലുള്ള ഈഗോ അല്ല, മനുഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ മെയിലായിട്ടുള്ള അത്തരം അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും രണ്ട് ഭാഗത്തും ശരിയുണ്ട്, അല്ലെങ്കിൽ മനുഷ്യപക്ഷമുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കുകയും അതിലേക്ക് ഓരോരുത്തരെയും അവരുടെ കഥാപാത്രങ്ങളോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും തോന്നാവുന്ന രീതിയിൽ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ്. അത് ഓഫീസേഴ്സാണ് എന്നുള്ള രീതിയിലും അത്തരമൊരു ഈഗോ അല്ല. പക്ഷേ ആ രീതിയിൽ രണ്ട് ഓഫീസേഴ്സ് ഒരു ജോലിയിൽ എൻഗേജ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസും, അതേസമയം പല രീതിയിൽ അവർ രണ്ടുപേരും ഒരേ കാര്യത്തിൽ ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഒരുതരം മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം, ഒരു സീനിയർ ഓഫീസർ മറ്റയാളുടെ അടുത്ത്. പക്ഷേ ഇതൊന്നും മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിലൊരു ഉപദേശ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് മോഡിലല്ല നമ്മൾ കാണുന്നത്. അതിനെ അത്രയും ഇൻവോൾവ്മെൻറ്റോടുകൂടി ഓരോ ഇൻസിഡൻറ്റിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ഈ മെൻറ്റർഷിപ്പിൻ്റെ ഒരു കാര്യം നടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ട് വീണ്ടും ചിന്തിക്കാൻ, അല്ലെങ്കിൽ രണ്ടാമതൊന്ന് കാണാനും ചിന്തിക്കാനും, ഇത്തരം ചിന്തകൾ, ഈ ഒരു മെമ്മറബിൾ ഇൻസിഡൻസ് നമ്മളെ കൂടി ചിന്തിപ്പിക്കാനും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഓരോ പ്രേക്ഷകനും സഹായിക്കുന്നത് കൂടിയാണ് പല ഇൻസിഡൻസും അതിൻ്റെ ഒരു ഔട്ട്കമും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു പോലീസ് സ്റ്റോറി, ഇദ്ദേഹത്തിൻ്റെ കൂടുതലും പോലീസ് സ്റ്റോറീസ് അല്ലെങ്കിൽ അത്തരം പശ്ചാത്തലത്തിലുള്ള കഥകൾ പറയുമ്പോൾ അതിൽ നമുക്ക് പൊതുജനത്തിന് പൊതുവെ പലപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരു ജനങ്ങൾക്കൊരു പോലീസുകാരെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവരെ തല്ലുന്നതോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഹരമുണ്ടാക്കുന്നത്. പക്ഷേ ഇത് ആ രീതിയിലല്ല ഇതിൻ്റെ പ്രസൻറ്റേഷൻ. ഇതിന് അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരുടെ ഇടയിൽ നടക്കുന്ന ചില തന്ത്രങ്ങൾ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം പോലീസ് ഓഫീസർ ആയിരുന്നതുകൊണ്ടുകൂടി ഷാഹി കപൂറിൻ്റെ സ്ക്രിപ്റ്റിൽ അത്തരം കുറേ കാര്യങ്ങൾ വന്നത് നമുക്ക് വളരെ രസകരമായിട്ട്, വളരെ ഇൻവോൾവ്മെൻറ്റോടുകൂടി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ദിലീഷ് പോത്തിനും റോഷൻ മാത്യുവും കൂടിയാണ്. ഷാഹി കപൂർ സിനിമയിൽ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ദിലീഷ് പോത്തിൻ്റെ ഒപ്പമാണെന്നാണ് എൻ്റെ അറിവ്. ആ ഒരു കെമിസ്ട്രിയും ഇതിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്നൊരു ആളും കൂടിയാണ് ദിലീഷ്. റോഷൻ മാത്യു ചില സമയത്തെങ്കിലും നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ, തെക്കൻ തല്ല് കേസിലൊക്കെ ചിലപ്പോൾ നമുക്ക് അത്രയും ആ കാസ്റ്റിംഗ് അത്രയ്ക്ക് അങ്ങോട്ട് യോജിപ്പ് തോന്നിയിട്ടില്ലായിരിക്കും. പക്ഷേ
ആ ഒരു ഇവോൾവ് ചെയ്തിട്ടുള്ളത് റോഷനും ഗംഭീരമായിട്ടുണ്ട് ഇമോഷൻസൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. റോഷനെ ഇപ്പോൾ അടുത്ത കാലത്ത് ബൈ ബൈ ബാബാസ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാർട്ട്നെസ് ഇൻ ഡിറക്ഷൻ അത് നമുക്ക് അതൊരു ടീം വർക്കാന്ന് പറയുമെങ്കിലും അതിൻ്റെ ഒരു ബ്രില്യൻസ് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. എല്ലാ ഈ ഹിന്ദി സീരീസിലും ഇതിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള അവരൊക്കെ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റോടും ചെയ്തിട്ടുള്ള എല്ലാ വർക്കും പ്രഗത്ഭരായിട്ടുള്ള ആളുകളോട് കൂടിയാണ്. അതിൻ്റെ ഒരു ഔട്ട്കം റോഷൻ്റെ പ്രകടനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫിസിക്കലും മാനറിസത്തിലും എല്ലാം ഉണ്ട്. അതും നമുക്ക് വളരെ സുഖം തരുന്ന രീതിയിലാണ്. ഇത് പറയുമ്പോൾ കാസ്റ്റിങ്ങിൽ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നന്ദനുണ്ണി ഒരു ആട്ടം സിനിമയിൽ ഫെയിമായിട്ടുള്ള ഒരുപാട് സിനിമകളിലുണ്ട് അദ്ദേഹം. നന്ദനുണ്ണി അദ്ദേഹമുണ്ട്. ചെറിയ കഥാപാത്രങ്ങൾ പോലും പ്രൊഫഷണൽസാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ത്രില്ലും അതിൻ്റെ ഒരു ഒരു ഇൻവോൾവ്മെൻറ്റും എൻഗേജ്മെൻറ്റും കുറച്ചുകൂടി കിട്ടുന്നുണ്ട്. ലൈക്ക് അജിത് ലാൽ ശിവലാൽ ചെറിയൊരു വേഷമാണ്, എന്നാലും കുമാർദാസ് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇനിയും അറിയാൻ അത്രയും പേര് കേൾക്കേണ്ട, അത്രയും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ആക്ടറാണ് കുമാർദാസ്. അദ്ദേഹം FTI ആയാലും NSDയിലും പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇതിൽ നല്ലൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് അരുൺ ചെറുകാവിൽ, നമ്മുടെ ഫോർ ദ പീപ്പിൾ ഫെയിം, അദ്ദേഹം ഇതിൽ വളരെ മെച്യൂറായിട്ടുള്ള, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററിൽ കണ്ടപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഗംഭീരമായിട്ടുണ്ട് പ്രകടനം. ഞാൻ ആലോചിക്കായിരുന്നു അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമെന്ന് സൂക്ഷിച്ചോളൂ. ഒരു പക്ഷേ ഒരു സ്പോയിലർ എന്നുള്ള നിലയ്ക്ക് അല്ല. അങ്ങനെ എല്ലാവരും പ്രകടനം കൊണ്ട് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ് പോലെ ഒന്ന് മികച്ചതാണ് ഓരോന്ന്. അതുപോലെ എല്ലാ ആക്ടേഴ്സിൻ്റെയും പ്രകടനവും ഒന്നിനൊന്ന് മികച്ചതാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് ഫാമിലിയും ഒക്കെ പോയി കാണേണ്ട സിനിമയാണ്. കാരണം ഇത്തരം സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് ഉണ്ടാവണമെന്നല്ല, നന്നേ ചെറിയ കുട്ടികളെ കൊണ്ടുപോകണ്ടെന്ന് തോന്നുന്നു. കാരണം അത്തരം ചില മരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവരെ കൂടി അത്തരം ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ എല്ലാവർക്കും പോയി കണ്ട് ആസ്വദിക്കാവുന്ന, ചിന്തിപ്പിക്കുന്ന നല്ല സിനിമയാണ് റോന്ത്. ഈ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല സ്ക്രിപ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല സിനിമയുടെ ചേരുവകൾ എന്താണെന്നുള്ളത് അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മൾ നോക്കുമല്ലോ ഒരു നല്ല തിരക്കഥ. കാരണം ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകൾ പലപ്പോഴും ആ ഒരു കഥയോ തിരക്കഥയോ അല്ലെങ്കിൽ കഥയുടെ ഒരു ഉൾക്കാമ്പ് വേണമെന്നില്ല എന്നുള്ള രീതിയിൽ പറയുമല്ലോ. പ്രസൻറ്റേഷനാണ് അല്ലെങ്കിൽ പെർഫോമൻസാണ് അതിൻ്റെ ഓവറോളാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റൊക്കെ ഈ സിനിമകളൊന്ന് എടുത്തു നോക്കൂ. അതിൽ തിരക്കഥ, അതിൻ്റെ ഒരു വാല്യൂ, ആക്ഷൻ സീക്വൻസസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ രീതി, അവതരണം, മൊത്തത്തിലുള്ള ഒരു ക്രാഫ്റ്റ് എങ്ങനെയാണ്, രാഷ്ട്രീയം, ഒരു സിനിമയും എനിക്ക് തോന്നുന്നു ഷാഹി എഴുതിയ സിനിമകളിലൊന്നും രാഷ്ട്രീയം ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. അതിലിപ്പോൾ ജാതി രാഷ്ട്രീയമായിക്കോട്ടെ, ദൈനംദിന രാഷ്ട്രീയമായിക്കോട്ടെ, അതിൻ്റെ ഒരു കുടുംബ രാഷ്ട്രീയമായിക്കോട്ടെ, കുടുംബത്തിൻ്റെ പല അവസ്ഥകൾ ഇതിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതിന് സ്നേഹത്തിൻ്റെ ഒരു പക്ഷം. ചില ഡയലോഗുകളുണ്ട്, അത് എടുത്തു പറയേണ്ട രീതിയിലേക്ക് കാണിക്കണമെന്നില്ല. കാക്കിയും കമ്മ്യൂണിസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കരുത് പറഞ്ഞു, അത് വേറൊരു അർത്ഥത്തിലോ അല്ലെങ്കിൽ അതിന് ഒരു സെറ്റാരിക്കൽ രീതിയിലായിട്ട് എടുത്താലും അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. കാരണം ആ കഥാപാത്രങ്ങളുടെ ഒരു രീതി അങ്ങനെയാണ്. അതുപോലെ മ്യൂസിക്, ഇമോഷൻസ്, ഇങ്ങനെ ഒരുപക്ഷെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ടിക്ക് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ് സിനിമ. എല്ലാവരും കാണണം. താങ്ക് യു.